സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ക്യാരറ്റ് വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ മധുരത്തിനായിട്ട് പഞ്ചസാരയോ അതുപോലെ തന്നെ ശർക്കരയോ ഒന്നും ചേർത്തിട്ടില്ല, പകരം ചേർത്തിരിക്കുന്നത് ഡേറ്റ്സ് ആണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു നോമ്പിൻ്റെ ക്ഷീണം അകറ്റുന്നതിനും അതുപോലെ തന്നെ വേനലിൻ്റെ ദാഹം അകറ്റുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സ്മൂത്തി. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ക്യാരറ്റ് സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഈ ഒരു വലുപ്പത്തിലുള്ള ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്ത് കളയാം. പിന്നെ ഈ ക്യാരറ്റ് സ്മൂത്തിയിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ആപ്പിളും കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ക്യാരറ്റ് സ്മൂത്തി തയ്യാറാക്കുമ്പോൾ കസ്റ്റാർഡ് പൗഡർ ഒന്നും ചേർക്കുന്നില്ല, പകരം നമ്മൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ബദാമാണ്. ഒരു 15 ബദാം നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇതിൻ്റെ സ്കിന്നൊന്ന് കളയുന്നതിന് വേണ്ടിയിട്ടാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് കാഷ്യൂനട്ടാണ്. ഇതും ഒരു 15 എണ്ണം സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടുന്നതാണ്. പിന്നെ ഈ സ്മൂത്തിക്ക് മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് ഡേറ്റ്സ് ആണ്. ഇതും ഒരു 10-15 എണ്ണോ ചേർക്കാവുന്നതാണ്. മധുരം കൂടുതൽ വേണമെങ്കിൽ 15 എണ്ണം ചേർക്കാം, അതല്ലെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ ചേർത്താൽ മതി. അതിനെന്താ ഒരു 10 ഡേറ്റ്സ് ആണ് ഞാനിപ്പോൾ കുതിരാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളയാം. ഇത് നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടാണ് ഈ ഒരു സ്മൂത്തി തയ്യാറാക്കുന്നത്. അതിനെന്താ ക്യാരറ്റിനെയൊക്കെ കട്ട് ചെയ്ത ശേഷം ഒരു പാത്രത്തിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ ഒരു ക്യാരറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സ്മൂത്തി തയ്യാറാക്കുന്നത്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് നമുക്ക് കുക്കറിലേക്ക് ചേർക്കാം. ക്യാരറ്റ് വേവുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് ക്യാരറ്റ് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനത് 15 ബദാമും നന്നായി സോക്കായി വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഓവർനൈറ്റാണ് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളയാം. അതിനത് 15 ബദാമിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാഷ്യൂനട്ടും ഡേറ്റ്സൊക്കെ നന്നായി സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂന്നും കൂടി മിക്സിയുടെ ചെറിയ ജാറിലാണ് അരച്ചെടുക്കേണ്ടത്. അതിനത് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള ബദാമാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സും അതുപോലെ തന്നെ കാഷ്യൂനട്ടുമാണ്. വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഡേറ്റ്സിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇനി നമുക്ക് നന്നായൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അതിൻ്റെ നമ്മുടെ കാഷ്യൂം ബദാമും അതുപോലെ തന്നെ ഡേറ്റ്സുമാണ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിരിക്കുന്നത്. നമ്മളിതിലേക്ക് പിന്നെ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും മധുരത്തിന് വേണ്ടി ചേർക്കുന്നില്ല. ഈ ഒരു ഡേറ്റ്സിൻ്റെ മധുരം തന്നെയാണ് നമ്മുടെ ഈ സ്മൂത്തിക്ക് കിട്ടുന്നത്. സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഫുൾ ക്രീം മിൽക്കാണ് ചേർക്കുന്നത്. പാലൊന്ന് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഡേറ്റ്സും അതുപോലെ തന്നെ ബദാമും അരച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റാണ് ചേർക്കേണ്ടത്. അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റൊക്കെ വെന്തോ എന്നുള്ളത് നോക്കാം. ഇതാ ക്യാരറ്റും അതുപോലെ തന്നെ അതിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ട്. ഈ ക്യാരറ്റ് ഒന്ന് തണുത്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. പാല് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് കസ്കസ് ഒന്ന് കുതിർത്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ കസ്കസ് അഥവാ സബ്ജ സീഡാണ് ചേർക്കുന്നത്. സബ്ജ സീഡിലേക്ക് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടുന്നതാണ്. നന്നായൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വേനലിൻ്റെ ക്ഷീണം മാറുന്നതിനും അതുപോലെ തന്നെ നോമ്പിൻ്റെ ക്ഷീണം മാറുന്നതിനൊക്കെ ഈ ഒരു സ്മൂത്തി വളരെ നല്ലതാണ്. സബ്ജ സീഡ് അഥവാ കസ്കസ് നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണുപ്പാണ് നൽകുന്നത്. ഇതാ നമ്മുടെ സബ്ജ സീഡൊക്കെ നന്നായി സോക്കായി വന്നിട്ടുണ്ട്. അങ്ങനത്തെ പാലൊക്കെ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള കാഷ്യൂ ബദാം ഡേറ്റ്സ് പേസ്റ്റാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് മിക്സി കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത ശേഷം നന്നായൊന്ന് അരച്ചെടുക്കാം. എന്താ നമ്മൾ ക്യാരറ്റ് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ചേർക്കാം. അതിനകത്ത് പാലൊക്കെ തിളച്ച് പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് പേസ്റ്റും കൂടി ചേർക്കാം. അതിനകത്ത് ക്യാരറ്റും ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പാലൊക്കെ നന്നായി തിളച്ച് വന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. നമ്മുടെ സ്മൂത്തിയൊക്കെ നല്ല ക്രീമി ടെക്സ്റ്റോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്ത ശേഷമാണ് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കേണ്ടത്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ ഇതിലേക്ക് ഏലക്കാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ സ്മൂത്തി ഒന്ന് തണുത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ ചേർക്കാം. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ആപ്പിൾ മാത്രമാണ് ചേർക്കുന്നത്. അങ്ങനെ ആപ്പിളും ചേർത്ത ശേഷം സ്മൂത്തിയായിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ബദാം സ്മൂത്തിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാരയോ അതുപോലെ തന്നെ ശർക്കരയോ ഒന്നും ചേർത്തിട്ടില്ല. ഡേറ്റ്സിൻ്റെ മധുരം തന്നെയാണ് ഈ ഒരു സ്മൂത്തിക്ക് കിട്ടുന്നത്. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ തണുത്ത ശേഷം സ്മൂത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ നല്ല ക്രീമി ടെക്സ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ക്യാരറ്റ് സ്മൂത്തിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഈ ഒരു സ്മൂത്തി എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.